നമ്മുടെ ജീവിതത്തിൽ ചില ആളുകളെ നമ്മൾ കാണാറുണ്ടല്ലേ, ഒരു മാറ്റങ്ങളും അവർ ആഗ്രഹിക്കുന്നില്ല. അവരെങ്ങനെയായിരിക്കുന്നു അങ്ങനെ തന്നെ ലൈഫ് മുന്നോട്ട് പൊക്കോട്ടെ, എൻ്റെ ലൈഫിൽ മാറ്റങ്ങളൊന്നും വേണ്ട. പല കാര്യങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞ് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഞാനിങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് മാറ്റങ്ങളൊന്നും വേണ്ട. നിങ്ങളും ഇങ്ങനെ ഒരാളാണ്. നമ്മുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ ദൈവം തരും. ബട്ടർഫ്ലൈയുടെ സ്റ്റേജസ് നമുക്കറിയത്തില്ലേ? ഒരു എഗ്ഗായിരിക്കുന്ന, പിന്നെ അത് ലാർവയാകും, പിന്നെ പ്യൂപ്പയായിട്ടാണ് നമ്മൾ കാണാൻ കഴിയുന്ന അത്രയും മനോഹരമായിട്ടുള്ള ബട്ടർഫ്ലൈ ആവുന്നത് അല്ലേ. എന്നാൽ ചിലരാണെങ്കിൽ ഈ പ്യൂപ്പ എന്ന് പറയുന്ന സ്റ്റേജിൽ സ്റ്റക്കായി നിൽക്കും. അതായത് ചിലർ സ്ട്രഗിൾ ചെയ്യില്ല അതിൽ നിന്ന് പുറത്തു വരാൻ. ഞാൻ ഇതിൽ കംഫർട്ടബിളാണ്, ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാം, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ ദൈവം ആ പ്യൂപ്പയുടെ സ്റ്റേജിൽ കൂടെ കടത്തി വിടുന്നത് എന്താണെന്ന് വെച്ചാൽ മനോഹരമായിട്ടുള്ള ബട്ടർഫ്ലൈ ആകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് മാറ്റം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അല്പസമയം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച ദൈവം നിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. നമുക്കൊരു ബൈബിൾ ഭാഗം വായിച്ചാലോ? 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതെ, ദൈവം നിൻ്റെ ലൈഫിനെ പുതുതാക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിന്നെ മനോഹരമായൊരു ബട്ടർഫ്ലൈ ആക്കി തീർക്കും. ദൈവം നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.